ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഫ്രാക്ഷൻ ആണല്ലേ, എന്തിനെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷൻ. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റേഷ്യോ ആണ് എടുക്കുന്നത്. എന്തിൻ്റെ റേഷ്യോ? റേഷ്യോ ഓഫ് ലെങ്ത് ഓൺ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് ഓൺ ഗ്രൗണ്ട്. നമ്മൾ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ, ഇപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ ഗ്രൗണ്ടിൽ 1 മീറ്റർ ഉള്ളതിന് നമ്മളതിന് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും പേപ്പറിൽ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു റേഷ്യോയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. RF വെച്ചിട്ടാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ ഷോർട്ട് ഫോം RF വെച്ചിട്ട് നമുക്ക് പറയാം. RF ഈക്വൽ ടു ലെങ്ത് ഓൺ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് ഓൺ ഗ്രൗണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഗ്രൗണ്ടിൽ ലെങ്ത് 5 മീറ്റർ എന്ന് വെച്ചോ. നമ്മൾ അതിനെ ഡ്രോയിങ്ങിലാക്കുമ്പോൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, പേപ്പറിൽ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈക്വൽ ടു ലെങ്ത് ഓൺ ഡ്രോയിങ്. ഡ്രോയിങ്ങിൻ്റെ ലെങ്ത് എന്താ? 1 സെൻറ്റിമീറ്റർ ആണല്ലേ, ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓൺ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലെ ലെങ്ത് എന്തായിരുന്നു? 5 മീറ്റർ ആയിരുന്നു ആണല്ലോ. ഈ മീറ്ററിനെ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്റർ. ഇത് രണ്ടും ഒരേ യൂണിറ്റിലാക്കണം, ന്യൂമറേറ്ററിലുള്ള അതേ യൂണിറ്റിലാക്കണം. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 500 സെൻറ്റിമീറ്റേഴ്സ് കിട്ടിയല്ലോ. അപ്പം ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്തെന്ന് എഴുതാം? നമുക്ക് 1:500 എന്ന് എഴുതാം. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം യൂണിറ്റ് അല്ലേ. അപ്പോൾ ഇത് യൂണിറ്റ് ഇല്ല അല്ലേ. യൂണിറ്റ് ഇല്ലാതെയാണ്, ഒരു ഫ്രാക്ഷനായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ്. അതിൽ ഗ്രൗണ്ടിൽ 10 സെൻറ്റിമീറ്റേഴ്സാണ്. 10 സെൻറ്റിമീറ്റർ ഓൺ ഗ്രൗണ്ട്. നമ്മൾ അതേ സ്കെയിലിൽ തന്നെ 10 സെൻറ്റിമീറ്റർ ഓൺ ഡ്രോയിങ്ങിൽ, അതായത് പേപ്പർ എന്ന് എഴുതാം. ഓക്കെ, പേപ്പറിൽ നമ്മൾ 10 സെൻറ്റിമീറ്റർ തന്നെ വരച്ചു. ഓക്കെ, ഗ്രൗണ്ടിൽ അതേ യൂണിറ്റിൽ തന്നെ നമ്മൾ പേപ്പറിൽ വരച്ചു. അപ്പോൾ എന്ത് വരും? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ലെങ്ത് ഓൺ ഡ്രോയിങ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓൺ ഗ്രൗണ്ട് എത്രയാണ്? അതും 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതായത് എന്ത് വരും? 1/1 തന്നെ വരും അല്ലേ. അപ്പം 1:1 സ്കെയിലിൽ വരയ്ക്കുന്നത്, അതായത് ഗ്രൗണ്ടിലെയും അതുപോലെ ഡ്രോയിങ്ങിലെയും സെയിം സ്കെയിൽ തന്നെ, സെയിം യൂണിറ്റിൽ തന്നെയാണ് നമ്മൾ വരച്ചത് അല്ലേ. 10 സെൻറ്റിമീറ്റർ ഓൺ ഗ്രൗണ്ട്, 10 സെൻറ്റിമീറ്റർ ഓൺ പേപ്പർ, സെയിം യൂണിറ്റിൽ തന്നെ വരച്ചു. അപ്പോൾ എന്താ, ഇത് നമുക്ക് 1:1 സ്കെയിലാണ് കിട്ടിയത്. അതായത് നമുക്ക് ഫുൾ സ്കെയിൽ എന്ന് പറയാം. ഫുൾ സ്കെയിലിലാണ് കിട്ടിയത്, 1:1 സ്കെയിലിൽ. മനസ്സിലായല്ലോ. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ തന്നാൽ അതിൽ നിന്ന് നമുക്ക് സ്കെയിലും എഴുതാം അല്ലേ. ടെൻ മീറ്റർ ഓൺ ഗ്രൗണ്ടിനെ നമ്മൾ 10 സെൻറ്റിമീറ്റർ ഓൺ പ്ലാനിൽ 10 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. 10 മീറ്ററിനെ 10 സെൻറ്റിമീറ്റർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെ വരും? ലെങ്ത് ഓൺ ഡ്രോയിങ് എത്ര? 10 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓൺ ഗ്രൗണ്ട് 10 മീറ്റർ ആണ്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 1000 ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1/100 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് റെഡ്യൂസിങ് സ്കെയിൽ എന്നാണ് പറയുന്നത്. റെഡ്യൂസിങ് സ്കെയിൽ 1:100 എന്നല്ലേ. അപ്പോൾ 1:100 വലിയ ഗ്രൗണ്ടിൽ വലിയ ഡയമെൻഷനെ നമ്മൾ പേപ്പറിലാക്കുമ്പോൾ ചെറിയ ഡയമെൻഷനിലാക്കി അല്ലേ. അതിനെ റെഡ്യൂസ് ചെയ്തു, സ്കെയിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് വരച്ചേക്കുന്നത്. അങ്ങനെയുള്ള സ്കെയിലാണെന്ത്? റെഡ്യൂസിങ് സ്കെയിൽ. ഓക്കെ, അടുത്ത ഒരു ടൈപ്പാണ്. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് 1 mm ഉള്ള ഒരു ഒബ്ജക്റ്റിന് 1 mm
ഉള്ളൊരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ കുറച്ച് വലുതാക്കി വരച്ചു പേപ്പറിൽ. 1 mm എന്നുള്ളത് 10 cm ആക്കി വരച്ചു. അപ്പോൾ എന്താ ചെറിയ ഒബ്ജക്റ്റിനെ വലുതാക്കി വരച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഗ്രൗണ്ടിൽ, അതായത് നമ്മുടെ പ്ലാനിൽ എത്രയാണ്? 10 cm ആണല്ലേ. അപ്പോൾ അതിനെ 1 mm ആക്കി വരച്ചു. ഈ 10 cm എന്നുള്ളത് നമുക്ക് mmലോട്ടാക്കിക്കൂടെ? അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മുകളിലും ആയി താഴെയും ആയി. അപ്പോൾ എന്ത് വരും? 100/1 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 100:1 സ്കെയിൽ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ചെറിയ ഒബ്ജക്റ്റിനെ നമ്മൾ വലുതാക്കി വരച്ചു അല്ലേ. അപ്പോൾ എൻലാർജിങ് സ്കെയിലാണ് ഇവിടെ വരുന്നത്. എൻലാർജിങ് സ്കെയിലാണ് വരുന്നത്. അതായത് ഇതുപോലെ ഓർത്താൽ മതി. ആദ്യം വരുന്നത് വലിയ സംഖ്യയാണ്. ഇപ്പോൾ 2:1, 5:1 അങ്ങനെയൊക്കെ ആദ്യം വരുന്നത് വലിയ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അത് എൻലാർജിങ് സ്കെയിലാണ്. ഇപ്പോൾ 1:200, 1:100 അങ്ങനെയൊക്കെ വരുന്നത് എങ്ങനെയാണ്? റെഡ്യൂസിങ് സ്കെയിലാണ്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 ടൈപ്പാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കാം. ആദ്യത്തെ പ്രോബ്ലം: when 1 cm on a map represents 20 meter on ground, the representative fraction of the scale. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? അതിന് എന്തിൻ്റെ റേഷ്യോ ആണ്? ലെങ്ത് ഓൺ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ലെങ്ത് അല്ലേ, ടു ദ ആക്ച്വൽ ലെങ്ത് ആണല്ലോ. അപ്പം നമ്മുടെ ഡ്രോയിങ്ങിലെ ലെങ്ത്, അതായത് മാപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 cm ആണ്. 1 cm 20 മീറ്റർ, ഗ്രൗണ്ടിൽ 20 മീറ്റർ ഉള്ളതിനെയാണ് 1 cm വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ ലെങ്ത് എത്രയാണ്? 20 മീറ്റർ ആണ്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1/2000 എന്ന് വരും ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്താ? 1/2000, അല്ലെങ്കിൽ ഇതിന് 1:2000 എന്ന് സ്കെയിലിൽ നമുക്ക് എഴുതാം. ഇതെന്ത് സ്കെയിലാണ്? എൻലാർജിങ് സ്കെയിലാണോ റെഡ്യൂസിങ് സ്കെയിലാണോ? ഇത് റെഡ്യൂസിങ് സ്കെയിലാണല്ലേ. 1:2000 ആണ്. അപ്പോൾ ആദ്യം വരുന്നത് 1 ആണല്ലേ, ഇതിനെക്കാട്ടും ചെറിയ സംഖ്യയാണ്. അപ്പോൾ എന്താ? റെഡ്യൂസിങ് സ്കെയിലാണ്. റെഡ്യൂസിങ് സ്കെയിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം: വാട്ട് വിൽ ബി ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 cm to 40 km. അപ്പോൾ 40 കിലോമീറ്ററിനെയാണ് നമ്മൾ 1 cm വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എങ്ങനെയാണ്? 1 cm/40 കിലോമീറ്റേഴ്സ് ആണ്. കിലോമീറ്റേഴ്സിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2, 3, 4, 5 1 lakh വെച്ചിട്ട്, അതായത് 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. 1 മീറ്റർ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1 lakh വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, സെൻറ്റിമീറ്റർ ആക്കാൻ. അപ്പോൾ ഇതെന്ത് വരും? 1/40. എത്ര സീറോ വരും? 3, 4, 5. ഇതായിരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഓക്കെ, ഇതും എന്താണ്? എൻലാർജിങ് സ്കെയിലാണോ റെഡ്യൂസിങ് സ്കെയിലാണോ? ഇതും റെഡ്യൂസിങ് സ്കെയിൽ തന്നെയാണ്. റെഡ്യൂസിങ് സ്കെയിൽ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം: ദ ആക്ച്വൽ ലെങ്ത് ഈസ് 1 meter. ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ഈസ് 5 cm. ഫൈൻ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എഴുതുന്നത്? ലെങ്ത് ഓൺ ഡ്രോയിങ് എത്രയാണ്? 5 cm ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് ആണെങ്കിലോ 1 meter. 1 മീറ്ററിനെ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലാക്കാൻ 100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/100 എന്ന് വരും. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്തുകൂടെ? 1/20 എന്നും കൂടെ എഴുതാമല്ലോ. ഇതിനെ റെഡ്യൂസ് ചെയ്ത് എഴുതിയേക്കാം.
അതായത് നമുക്ക് 1:20 സ്കെയിലാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ 1/20. ഓക്കെ. അടുത്ത പ്രോബ്ലം എന്താ? ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈസ് 4. ദ ആക്ച്വൽ ലെങ്ത് ഈസ് 20 mm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നമ്മൾ എഴുതുന്നത് എന്താ? ലെങ്ത് ഓൺ ഡ്രോയിങ് ബൈ ആക്ച്വൽ ലെങ്ത് ആണല്ലോ. ബൈ ആക്ച്വൽ ലെങ്ത് അല്ലേ? ഈ പ്രോബ്ലത്തിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, 4 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ലെങ്ത് ഓൺ ഡ്രോയിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. ആക്ച്വൽ ലെങ്ത് എത്ര? 20 mm ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 4 × 20 mm. അതായത് 80 mm എന്ന് എഴുതും. ഓക്കെ. അപ്പോൾ ആക്ച്വൽ ലെങ്ത് തന്നിട്ടുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ ലെങ്ത് ഓഫ് ഡ്രോയിങ് കണ്ടുപിടിക്കാമല്ലോ. ക്ലിയർ ആണല്ലോ? അടുത്തൊരു പ്രോബ്ലം. ദ ലെങ്ത് ഓഫ് ദ ഡ്രോയിങ് ഈസ് 20 cm. ദ സ്കെയിൽ ഈസ് ഗിവൺ ആസ് 2:1. ഫൈൻഡ് ദ ആക്ച്വൽ ലെങ്ത്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ ചെയ്താൽ മതി. സ്കെയിലാണ് തന്നേക്കുന്നത്, 2:1 സ്കെയിലാണ്. അപ്പോൾ ഇതെന്ത് സ്കെയിലാണ്? എൻലാർജിങ് സ്കെയിലാണ് അല്ലേ? ആദ്യം 2 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് എൻലാർജിങ് സ്കെയിലാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2/1 ആയിട്ട് എഴുതാം ആണല്ലോ. ഇതിൽ നമുക്ക് തന്നേക്കുന്നത് ലെങ്ത് ഓൺ ഡ്രോയിങ് തന്നിട്ടുണ്ട് 20 cm എന്ന് ആണല്ലോ. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ നമുക്ക് 2 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു ലെങ്ത് ഓൺ ഡ്രോയിങ് 20 cm ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വൽ ലെങ്ത് കിട്ടത്തില്ലേ? ആക്ച്വൽ ലെങ്ത് എന്ത് കിട്ടും? 20 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ? അതായത് സെൻറ്റിമീറ്റേഴ്സ്, 10 cm എന്ന് കിട്ടും. ഓക്കെ. ക്ലിയർ ആയല്ലോ?